ഹലോ ഗൈസ്, ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കർണാടകയിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസായ കൈവാര ഹിൽസിനെ പറ്റിയിട്ടാണ്. ബാംഗ്ലൂരിൽ നിന്ന് 74 കിലോമീറ്റർ ദൂരമാണ് അവിടേക്കുള്ളത്. സീനറി എന്നൊക്കെ പറഞ്ഞാൽ നന്ദി ഹിൽസിനേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഗുഹാക്ഷേത്രത്തിൽ എത്തുന്നതിന് തൊട്ട് മുമ്പിലാണ് ഈ ചെറിയ തടാകം ഉള്ളത്. ഫോട്ടോസ് എടുക്കാനും ടെൻ്റ് അടിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഞാൻ ഏകദേശം ഒരു 10 തവണയെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടാവും. ആദ്യമൊക്കെ ഈ വഴിയിൽ കല്ലുകളൊക്കെ നിറഞ്ഞ കട്ട ഓഫ് റോഡായിരുന്നു. ഇപ്പോൾ കുറച്ച് വഴിയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്, കാറിനും ഏത് വണ്ടിക്കും കയറി വരാൻ പറ്റുന്ന രീതിയിൽ. മുകളിലോട്ട് പോകുന്ന വഴിയിൽ തന്നെ സൈഡിലൊക്കെ ഒരുപാട് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും പറ്റിയ സ്ഥലങ്ങളുണ്ട്. പകുതി വഴിയിലെത്തുമ്പോൾ തന്നെ ഇതുപോലെ സ്വതന്ത്രമായി നടക്കുന്ന കുതിരക്കൂട്ടങ്ങളെ കാണാൻ പറ്റും. ഇത്രയും ഫ്രീഡമുള്ള കുതിരകളെ ഞാൻ വേറെങ്ങും കണ്ടിട്ടില്ല. ഞങ്ങൾ കഴിക്കാൻ കൊണ്ടുപോയി ബിസ്ക്കറ്റിൽ നിന്ന് ഒരെണ്ണം കൊടുത്തു നോക്കി. ടേസ്റ്റ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അളിയൻ ഒരു കവർ മൊത്തം അടിച്ചു തീർത്തു. നമ്മുടെ കയ്യിൽ നിന്ന് ബിസ്ക്കറ്റ് വാങ്ങുമെങ്കിലും അതിനെ തൊടാൻ അത് സമ്മതിക്കുന്നില്ല, പേടി കൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ ആദ്യം വന്നിട്ടുള്ളപ്പോൾ ഇവിടെ 2 കുതിര മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പം 7 എണ്ണമായി. ബാംഗ്ലൂരിലുള്ള ഒട്ടുമിക്ക മലയാളീസിനൊന്നും ഈ സ്ഥലത്തെപ്പറ്റി അറിയില്ലെന്ന് തോന്നുന്നു. കാരണം ഞാനിവിടെ വന്നിട്ടുള്ളപ്പോഴൊന്നും മലയാളീസിനെ അങ്ങനെ കാണാറില്ല. ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നപ്പോൾ മാത്രം ഒരു ഫാമിലിയെ കണ്ടത്. കൈവാര ഹിൽസിൻ്റെ ഏറ്റവും ടോപ്പിൽ ഒരു ചെറിയ ശിവക്ഷേത്രമുണ്ട്. ഞങ്ങൾ നടന്നങ്ങ് മേലെ കയറി എത്തുന്നത് വരെ മഞ്ഞൊന്നും ഇല്ലായിരുന്നു. മേലെത്തിയപ്പോൾ ചെറിയൊരു മഴയും പെയ്ത് മഞ്ഞും ഇറങ്ങി. മഞ്ഞില്ലെങ്കിൽ തന്നെ പൊളി സീനറിയാണ്. അപ്പം മഞ്ഞും കൂടെ ഉണ്ടെങ്കിലുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കേ. ആദ്യമൊക്കെ ഇവിടെ വരാൻ ഏത് സമയത്തും പറ്റുമായിരുന്നു. ഇപ്പോൾ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് സമയപരിധി. ബാംഗ്ലൂരിൽ നിൽക്കുന്നവരാണെങ്കിൽ ഒരു ദിവസമെങ്കിലും മസ്റ്റായിട്ട് വന്ന് കണ്ടിരിക്കേണ്ട സ്ഥലമാണിത്. ആ ദിവസം നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ലെന്നുള്ള കാര്യം ഗ്യാരണ്ടി പറയാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.